എല്ലാവർക്കും നമസ്കാരം. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ലോകം മുഴുവനൊന്ന് ചുറ്റാൻ പോകുകയാണ്. എന്തിനാണെന്നല്ലേ? നമ്മുടെ ഭൂമിയിലുള്ള ഈ അത്ഭുതപ്പെടുത്തുന്ന പലതരം കാലാവസ്ഥകളെ അടുത്തറിയാൻ. അപ്പോ റെഡിയല്ലേ? ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ വർഷം മുഴുവൻ എപ്പോഴും മഞ്ഞ് വീണ് പുതച്ചു മൂടിക്കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരിടത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊടും തണുപ്പുമായി ഒരു മല്ലുയുദ്ധം തന്നെയായിരിക്കും, അല്ലേ? ഈ തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് എത്രത്തോളം കഠിനമാണെന്നറിയണോ? കാനഡയിൽ നിന്നുള്ള ഒരു കത്ത് നോക്കൂ. -35°C. ഒന്ന് ഓർത്തു നോക്കൂ. നമുക്കിത് സങ്കൽപ്പിക്കാൻ പോലും പറ്റുന്നുണ്ടോ? അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? ഒരൊറ്റ ഭൂമി, ഒരേ സൂര്യൻ. എന്നിട്ടും എങ്ങനെയാണ് ഒരിടത്ത് കൊടുന്തണുപ്പും മറ്റൊരിടത്ത് ചുട്ടുപൊള്ളുന്ന ചൂടുമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ ലോകങ്ങൾ ഒരേ ഗ്രഹത്തിലുണ്ടാകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത്. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയെ ഇത്രയേറെ സവിശേഷമാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്ന ഒരാശയമാണ്. സംഭവം സിമ്പിളാണ്. ഏകദേശം ഒരേപോലത്തെ കാലാവസ്ഥ, അതായത് ചൂടും മഴയും മഞ്ഞുമൊക്കെയുള്ള വലിയ ഭൂപ്രദേശങ്ങളെയാണ് നമ്മളിങ്ങനെ ഓരോ മേഖലയായിട്ട് തിരിക്കുന്നത്. അപ്പോ നമ്മുടെ യാത്ര തുടങ്ങിയായി. നമ്മൾ നേരെ പോകുന്നത് ഭൂമിയുടെ ഹൃദയഭാഗത്തേക്കാണ്. എവിടെയാണെന്നല്ലേ? ചൂടും ഈർപ്പവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക്. ഇവിടെ എന്താ പ്രത്യേകതയെന്നോ? വർഷം മുഴുവൻ നല്ല ചൂടായിരിക്കും. തീർന്നില്ല. മിക്കവാറും എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാൽ ഒരു മഴ ഉറപ്പാണ്. ഈ ചൂടും മഴയും കാരണം ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഇടതൂർന്ന വനങ്ങളാണ്. പിഗ്മികളെപ്പോലുള്ള ഗോത്രസമൂഹങ്ങൾ ഈ കാടുകളെ വീടാച്ചി ജീവിക്കുന്നതും ഈയൊരു കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ്. ഇനി തൊട്ടടുത്തുള്ള മൺസൂൺ മേഖലകളിലേക്ക് വരാം. നമുക്കൊക്കെ വളരെ പരിചയമുള്ള കാലാവസ്ഥയാണല്ലേ? ഇവിടുത്തെ കാലാവസ്ഥയുടെ സൂപ്പർസ്റ്റാർ എന്ന് പറയുന്നത് കാറ്റുകളാണ്. കാലത്തിനനുസരിച്ച് ദിശ മാറി വീശുന്ന ഈ മൺസൂൺ കാറ്റുകളാണ് ഇവിടേക്ക് ജീവൻ നൽകുന്ന മഴയെ കൊണ്ടുവരുന്നത്. ഈ മൺസൂൺ മഴയുടെ ഒരു ശക്തി എന്താണെന്നറിയാമോ? അത് ഇടതൂർന്ന ഇലപൊഴിയും കാടുകൾക്ക് ജന്മം നൽകുന്നു. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക മേഖലകൾ പലതും ഇവിടെയാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന നെല്ല്, ചായ, ഇതൊക്കെ ഈ മൺസൂൺ കാലാവസ്ഥയുടെ സംഭാവനയാണ്. ഓക്കേ, അപ്പോ ഇത്രയും നേരം നമ്മൾ നല്ല മഴയും പച്ചപ്പുമുള്ള സ്ഥലങ്ങളിലായിരുന്നല്ലോ. ഇനി നേരെ ഓപ്പോസിറ്റ്, വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന തീർത്തും വ്യത്യസ്തമായ ചില നാടുകളിലേക്ക് പോകാം. ഈ ചിത്രമൊന്ന് നോക്കിക്കേ. ഇടത്ത് ഇടതൂർന്ന വനം, വലത് വരണ്ട മരുഭൂമി. പക്ഷെ രണ്ടും ഏകദേശം ഒരേ അക്ഷാംശങ്ങളിലാണ്. അപ്പോ എന്താ വ്യത്യാസം? കിട്ടുന്ന മഴയുടെ അളവ്. നോക്കൂ, കാലാവസ്ഥയ്ക്കൊരു നാടിനെ എത്ര നാടകീയമായി മാറ്റാൻ കഴിയുമെന്ന്. ഈ ഉഷ്ണ മരുഭൂമികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, പേരുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന ചൂട്. 2, മഴ തീരെ കുറവായിരിക്കും, വർഷത്തിൽ 25 സെന്റിമീറ്ററിൽ താഴെ മാത്രം. പിന്നെ ഇവ കൂടുതലും കാണപ്പെടുന്നത് ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി മരുഭൂമിയുടെയും വനത്തിന്റെയും ഇടയിലുള്ള ഒരിടത്തേക്ക് പോകാം. സവേന പുൽമേടുകൾ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാണ്. നല്ലൊരു മഴക്കാലവും അതിനുശേഷം നീണ്ടൊരു വേനൽക്കാലവും. ഈ ഒരു പ്രത്യേക കാലാവസ്ഥയോട് ഇണങ്ങിച്ചേർന്നാണ് മാസായ് പോലുള്ള ഗോത്രങ്ങൾ അവരുടെ കന്നുകാലികളുമായി ഇവിടെ ജീവിക്കുന്നത്. ഇനി അടുത്തത് മിതശീതോഷ്ണ പുൽമേടുകളാണ്. വടക്കേ അമേരിക്കയിലെ പ്രേരീസൊക്കെ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഈ സ്ഥലങ്ങളെ ലോകത്തിന്റെ ധാന്യപ്പുര എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്നോ? ഇവിടുത്തെ ഫലഭൂഷ്ടമായ മണ്ണും കാലാവസ്ഥയും ഗോതമ്പ് കൃഷിക്ക് അത്രയധികം അനുയോജ്യമാണ്. അങ്ങനെ നമ്മുടെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചൂടും പുൽമേടുകളും വിട്ട് നമ്മളിനി പോകുന്നത് ലോകത്തിന്റെ തണുത്തുറഞ്ഞ ഭാഗങ്ങളിലേക്കാണ്. തണുപ്പിനെ അതിജീവിക്കുന്നവരുടെ ലോകത്തേക്ക്. ആദ്യം നമുക്ക് മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് പോകാം. വളരെ സവിശേഷമായ ഒരു കാലാവസ്ഥയാണിവിടെ. സാധാരണ സ്ഥലങ്ങളുടെ നേരെ തിരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതായത് വേനൽക്കാലത്ത് മഴയില്ല, പകരം ശൈത്യകാലത്താണ് മഴ പെയ്യുന്നത്. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇവിടം മുന്തിരി, ഓറഞ്ച് പോലുള്ള പഴങ്ങളുടെ കൃഷിക്ക് ലോകപ്രശസ്തമായത്. അവിടെ നിന്നും വീണ്ടും വടക്കോട്ട് സഞ്ചരിച്ചാൽ നമ്മൾ ടൈഗ എന്നൊരു ലോകത്തെത്തും. കണ്ണിനത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന സൂചീല മരങ്ങളുടെ, അതായത് പൈൻ മരങ്ങളുടെ ഒരു വലിയ ലോകം. നീണ്ടു നിൽക്കുന്ന അതികഠിനമായ മഞ്ഞുകാലമാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത.
അങ്ങനെ നമ്മുടെ ലോകയാത്ര അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മളെത്തുന്നത് തണ്ട്രയിലാണ്, ഭൂമിയിലെ ഏറ്റവും കഠിനമായ കാലാവസ്ഥയുള്ള ഒരിടം. ഇവിടെ തണുപ്പത്ര ഭീകരമായതുകൊണ്ട് വലിയ മരങ്ങൾക്കൊന്നും വളരാൻ കഴിയില്ല. ചെറിയ കുറ്റിച്ചെടികളും പായലുകളും മാത്രം അതിജീവിക്കുന്ന ഒരു തണുത്തുറഞ്ഞ ലോകം. ഓക്കെ, അപ്പൊ നമ്മള് മഞ്ഞുമൂടിയ ടണ്ട്ര മുതല് മരുഭൂമി വരെ പലതരം ലോകങ്ങൾ കണ്ടു അല്ലേ? പക്ഷേ ഇത്രയും വൈവിധ്യമാർന്ന ഈ ലോകങ്ങളെല്ലാം ഇന്ന് ഒരേ ഒരു ഭീഷണിയുടെ നിഴലിലാണ്. അതാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്താണിതെന്ന് ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന അസ്വാഭാവികമായ ദീർഘകാലം നീണ്ടുനിൽക്കുന്ന മാറ്റങ്ങൾ. മനുഷ്യരുടെ ഇടപെടലുകൊണ്ടും പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. ഐക്യരാഷ്ട്രസഭയും ഇതേ നിർവചനമാണ് നൽകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് കേൾക്കണോ? ഹിമാലയത്തിലെ ഭീമാകാരമായ മഞ്ഞുപാളികൾ ഓരോ വർഷവും ഏകദേശം 12 മുതൽ 20 മീറ്റർ വരെ വേഗത്തിൽ ഉരുകിത്തീരുകയാണ്. അതുമാത്രമല്ല, ലോകമെമ്പാടുമുള്ള കടലുകളിലെ ജലനിരപ്പ് ഓരോ വർഷവും ശരാശരി 0.42 സെന്റിമീറ്റർ വീതം ഉയരുന്നുണ്ട്. ഇതൊരു ചെറിയ കണക്കായിട്ട് തോന്നാം അല്ലേ? പക്ഷേ ഓരോ വർഷവും ഇത് ആവർത്തിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. കാരണം ഈ ജലനിരപ്പ് ഉയരുന്നതിങ്ങനെ തുടർന്നാൽ മാലിദ്വീപ് പോലെ മനോഹരമായൊരു രാജ്യം മുഴുവനായൊരു നാൾ കടലിനടിയിലായി പോകും. ഇത് വെറുമൊരു കണക്കല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭാവിയുടെയും ജീവന്റെയും പ്രശ്നമാണ്. അപ്പോ നമ്മൾ ഈ യാത്രയില് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ലോകങ്ങൾ കണ്ടു. ഈ ഓരോ നാടിനും അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്, തനിമയുണ്ട്. ഇവയെല്ലാം സംരക്ഷിക്കാൻ, ഇവയുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ നമുക്ക്, നിങ്ങൾക്ക്, എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.